മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് കൈമാറണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ടതായി ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ഉപദേഷ്ടാവ് തൗഹീദ് ഹുസൈൻ പറഞ്ഞു. ഇടക്കാല സർക്കാർ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ് ബാങ്കോക്കിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. എന്നാൽ വിഷയത്തിൽ തീരുമാനമായിട്ടില്ലെന്നും തൗഹീദ് പറഞ്ഞു. ബിംസ്റ്റെക് ഉച്ചകോടിക്കിടെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മോദി യൂനുസ് കൂടിക്കാഴ്ച നടന്നത്. അതേസമയം ഈശ്വരൻ തനിക്ക് ആയുസ് നീട്ടിത്തന്നതിന് ഒരു കാരണമുണ്ടെന്നും അവാമി ലീഗ് അംഗങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമിക്കുന്നവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്ന ദിവസം വരുമെന്നും ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പറഞ്ഞു. രാജ്യത്ത് മടങ്ങിവരുമെന്നും അവർ വ്യക്തമാക്കി. ബംഗ്ലാദേശിലെ പ്രമുഖ രാഷ്ട്രീയ കക്ഷിയായ അവാമി ലീഗിന്റെ അധ്യക്ഷ കൂടിയായ ഷെയ്ഖ് ഹസീന നിലവിൽ ഇന്ത്യയിലാണുള്ളത്. സാമൂഹിക മാധ്യമത്തിലൂടെ കുടുംബാംഗങ്ങളുമായും പാർട്ടി പ്രവർത്തകരുമായും സംവദിക്കുമ്പോഴാണ് ഇക്കാര്യം അറിയിച്ചത്. ഭരണകൂടത്തിനെതിരെ രാജ്യവ്യാപകമായുണ്ടായ പ്രതിഷേധത്തെ തുടർന്ന് അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനെ തുടർന്നാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയത്. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസിനെതിരെയും ഹസീന പരാമർശങ്ങൾ നടത്തി. ഒരിക്കലും ജനങ്ങളെ സ്നേഹിക്കാത്ത ഒരാൾ എന്നാണ് അവർ യൂനുസിനെ വിശേഷിപ്പിച്ചത്. അയാൾ ഉയർന്ന പലിശയ്ക്ക് ചെറിയ തുകകൾ വായ്പയെടുത്ത് ആ പണം ഉപയോഗിച്ച് വിദേശത്ത് ആഡംബര ജീവിതം നയിച്ചു. അയാളുടെ കാപട്യം അന്ന് ഞങ്ങൾ തിരിച്ചറിയാത്തതിനാൽ ഞങ്ങൾ അയാളെ കണക്കറ്റ് സഹായിച്ചു. പക്ഷേ ജനങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു നേട്ടവുമുണ്ടായില്ല. സ്വന്തം നേട്ടത്തിനായി അയാൾ നന്നായി പ്രവർത്തിച്ചു. പിന്നെ അയാൾക്ക് അധികാരത്തോട് ഭ്രമമായി. ആ അധികാരമോഹമാണ് ബംഗ്ലാദേശിനെ എരിയിച്ചു കൊണ്ടിരിക്കുന്നതെന്നും ഷെയ്ഖ് ഹസീന പറഞ്ഞു. വികസനത്തിന്റെ മാതൃകയായി എല്ലാവരും കണ്ടിരുന്ന ബംഗ്ലാദേശ് ഇപ്പോൾ ഒരു ഭീകര രാഷ്ട്രമായി മാറിയിരിക്കുകയാണെന്ന് മുൻ പ്രധാനമന്ത്രി ആരോപിച്ചു. അവാമി ലീഗ് പ്രവർത്തകർ, പോലീസ് സേനാംഗങ്ങൾ, അഭിഭാഷകർ, മാധ്യമ പ്രവർത്തകർ, കലാകാരന്മാർ തുടങ്ങി തങ്ങളെ അനുകൂലിക്കുന്നവരെയെല്ലാം ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടക്കുന്നതായും അവർ കൊല്ലപ്പെടുന്നതായും ഷെയ്ഖ് ഹസീന പറഞ്ഞു. ബലാത്സംഗം, കൊലപാതകം, കൊള്ള ഇവയെല്ലാം രാജ്യത്ത് നടക്കുന്നതായും എന്നാൽ ഇവയൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. രാജ്യത്ത് നടന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട അവാമി ലീഗ് പ്രവർത്തകരുടെ കുടുംബാംഗങ്ങളുമായി സംവദിക്കുന്നതിനിടെ തന്റെ മാതാപിതാക്കളും സമാനമായ ആക്രമണങ്ങളിലാണ് കൊല്ലപ്പെട്ടതെന്നും ഈശ്വരകൃപയാൽ താൻ രാജ്യത്ത് ഉടനെ മടങ്ങിയെത്തുമെന്നും അവർ പ്രസ്താവിച്ചു.